ED ഉദ്യോഗസ്ഥർക്ക് നേരെ ചീമുട്ടെറിയുന്നു, കമ്പും കല്ലും കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു, ക്രൂരമായി മർദ്ദിക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു കൊലപാതകത്തിനുള്ള ഒരു ശ്രമമാണ് എന്നുള്ള തരത്തിൽ വലിയ വിമർശനത്തിനും വലിയ വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചൊരു കേസാണ്. നമുക്കറിയാം, പോലീസ് ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. പോലീസ് കൃത്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്ന് പറഞ്ഞു. കോടതി വളരെ ഗൗരവത്തിലാണ് ഈ കേസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പോലീസ് ഒരു ദിവസം കൊണ്ടാണ് 26 പേരെ പിടികൂടുന്ന നടപടിയിലേക്കൊക്കെ കടന്നത്. അതുമാത്രമല്ല, EDയും സസൂക്ഷ്മം ഈ ഒരു കേസിന്റെ പുരോഗതി നിരീക്ഷിക്കുന്നത്. ഇപ്പോഴായി 5 പ്രതികളെ കസ്റ്റഡിയിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പോലീസിന് മുന്നിലുള്ള അന്വേഷണത്തിന്റെ സാധ്യതകൾ? ഷിയാസ്, ഇപ്പോൾ 5 പ്രതികളെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലേക്ക് നാളെ വൈകിട്ട് 4 മണി വരെയാണ് ആദ്യം അറസ്റ്റിലായത്. അതായത് ഈ സംഭവം നടന്ന അതേ ദിവസം തന്നെ അറസ്റ്റിലായിട്ടുള്ള 5 പ്രതികൾ നിതിൻ രാജ്, ഷാഹിൻ, ശ്രീജിത്ത്, മനോജ്, ജീവൻ എന്നിങ്ങനെ 5 CPM DYFI പ്രവർത്തകരാണ്. അതിൽ ശ്രീജിത്ത് DYFIയുടെ ഏരിയ സെക്രട്ടറി കൂടിയാണ്. ഇങ്ങനെ 5 പേരെ നിലവിൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇവരെയും കൊണ്ട് തെളിവെടുപ്പ് നടത്താനാണ് ആദ്യ നീക്കം. പ്രധാനമായിട്ടും ഈ കസ്റ്റഡി അപേക്ഷയിൽ തന്നെ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാകാം. ആ ഗൂഢാലോചന കണ്ടെത്തുന്നതിലേക്ക് ഈ 5 പ്രതികളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ 5 പ്രതികൾക്കും നേരിട്ട ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം CCTV ദൃശ്യങ്ങളുടെയും മറ്റ് മാധ്യമങ്ങൾ എടുത്ത ദൃശ്യങ്ങളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ആ ഗൂഢാലോചന തെളിയിക്കണം. ആ ഗൂഢാലോചനയിൽ ആരെങ്കിലും പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തണം. ഒപ്പം തന്നെ ഇതിനകത്ത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടോ എന്നതടക്കം, നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒപ്പം അന്ന് ഉപയോഗിച്ച ആയുധങ്ങൾ അതുകൂടി കണ്ടെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ ആയുധം ഉപയോഗിച്ച് നേരിട്ട് ആക്രമിക്കുക കൂടി ചെയ്തു എന്നുള്ളതായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്നത് കല്ലെറിയുക മാത്രമായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ല, വടി ഉപയോഗിച്ച് മാരകമായി ആക്രമിക്കുക കൂടി ചെയ്തു. അങ്ങനെ കൈക്കും മറ്റ് ശരീരത്തിലെ മറ്റ് പല ഭാഗങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് പ്രതികൾക്കെതിരെ പരമാവധി കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്, ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി തന്നെ തെളിവെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുൻപിൽ ഈ ആക്രമണം നടന്ന സ്ഥലത്ത് പ്രതികളെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകും. ഒപ്പം തന്നെ ED ഉദ്യോഗസ്ഥർ, ആക്രമിക്കപ്പെട്ട ED ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, CRPF ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ മുന്നിൽ പ്രതികളെ ഹാജരാക്കി അവരെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ നാളെ വൈകുന്നേരത്തിനുള്ളിൽ പൂർത്തിയാകേണ്ടത്. അതിനോടൊപ്പം തന്നെയാണ് ഇവരെ ചോദ്യം ചെയ്ത് നേതാക്കൾക്കടക്കം പങ്കുണ്ടോ എന്നുള്ള കാര്യം നോക്കേണ്ടത്. ഇപ്പോൾ ഈ 26 പ്രതികളാണ് ആകെ പിടിയിലായിട്ടുള്ളത്. ഇവരുടെ എല്ലാവരുടെയും ഫോൺ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫോൺ വിവരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ആക്രമണത്തിനുള്ള ആഹ്വാനം നടത്തിയിട്ടുണ്ടോ, വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം അങ്ങനെ എന്തെങ്കിലും സന്ദേശങ്ങൾ വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ ശാസ്ത്രീയ പരിശോധനയിൽ കൂടി കണ്ടെത്താനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ED ഉദ്യോഗസ്ഥരുടെ മൊഴി കൊച്ചിയിലെത്തി പ്രത്യേക അന്വേഷണ സംഘം, കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള 30 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അവർ കൊച്ചിയിലെത്തി അസിസ്റ്റന്റ് ഡയറക്ടർ സനത് റെഡ്ഡി അടക്കമുള്ള ആളുകളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആസൂത്രിതമായ ആക്രമണമാണ് തങ്ങൾക്കെതിരെ ഉണ്ടായതെന്നുള്ള മൊഴിയാണ് ED ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അന്ന് ആക്രമണത്തിന് വിധേയരാക്കപ്പെട്ട CRPF ഉദ്യോഗസ്ഥരുണ്ട്, കേരള പോലീസിലെ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം അടങ്ങിയ ഒരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ പോലീസ്. ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിക്കും. അതായത് ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൂടിയായിരിക്കും അത്. നിലവിൽ 26 പ്രതികളാണ് പിടിയിലായിട്ടുള്ളെങ്കിലും ഒരു 10 പേരെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇനിയും അവർ പിടിയിലാകാനുണ്ട് എന്നുള്ളത് കൂടി പോലീസിന്റെ കണക്കിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ നിരസിക്കപ്പെടുകയാണ്. അതിനുള്ള പ്രധാന കാരണം ഈ തെളിവുകളാണ്. അതായത് പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഏറെക്കുറെ അതൊരു തെളിയിക്കപ്പെട്ടതാണ്. കാരണം ആ ദൃശ്യങ്ങളിൽ വാഹനങ്ങൾ, 3 വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. അതിൽ ആദ്യം പോയ വാഹനത്തിന്റെ ചില്ല് പൊട്ടിച്ച ഡ്രൈവറുടെ കണ്ണിൽ പരിക്കേൽക്കുന്ന വിധത്തിലേക്ക് കൈകൊണ്ടും കല്ലുകൊണ്ടും ഈ പ്രവർത്തകർ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ പ്രതികൾക്കുള്ള മുന്നിൽ കാണുന്ന ദൃശ്യങ്ങളാണ്. മാധ്യമങ്ങളെല്ലാം ആ ദൃശ്യങ്ങൾ പകർത്തിയതുമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് 5 പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിടുകയാണ്. കടുത്ത അന്വേഷണം, ശക്തമായ അന്വേഷണവുമായിട്ടാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്.